ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ജോർദാനിൽ നിന്ന് മടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. അവൻ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ട് 40 ദിവസം അവിടെ കഴിഞ്ഞുകൂടി. ആ ദിവസങ്ങളിൽ അവനൊന്നും ഭക്ഷിച്ചില്ല. അവസാനം അവന് വിശന്നു. അപ്പോൾ പിശാച് അവനോട് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലിനോട് അപ്പമാകാൻ കൽപ്പിക്കുക. യേശു അവനോട് പറഞ്ഞു, അപ്പം കൊണ്ട് മാത്രമല്ല മനുഷ്യൻ ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. പിന്നെ പിശാച് അവനെ ഒരു ഉയർന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി. ഭൂമിയിലെ സകല രാജ്യങ്ങളും ക്ഷണനേരം കൊണ്ട് അവന് കാണിച്ചു കൊടുത്തു. പിശാച് അവനോട് പറഞ്ഞു, ഇവയുടെ മേൽ എല്ലാ അധികാരവും മഹത്വവും നിനക്ക് ഞാൻ തരാം. ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. എനിക്കിഷ്ടമുള്ളവർക്ക് ഞാനിത് കൊടുക്കുന്നു. നീ എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിൻ്റേതാകും. യേശു മറുപടി പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ നീ ആരാധിക്കണം, അവനെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അനന്തരം പിശാച് അവനെ ജെറൂസലേമിലേക്ക് കൊണ്ടുപോയി. ദേവാലയ ഗോപുരത്തിൻ്റെ ശൃംഗത്തിൽ നിർത്തിക്കൊണ്ട് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ഇവിടെ നിന്ന് താഴേക്ക് ചാടുക. നിന്നെ സംരക്ഷിക്കാൻ അവൻ ദൂതന്മാരോട് കൽപ്പിക്കുമെന്നും നിന്റെ കാൽ കല്ലിൽ തട്ടാതെ അവർ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളുമെന്നും എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ. യേശു പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും പറയപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പിശാച് പ്രലോഭനങ്ങളെല്ലാം അവസാനിപ്പിച്ച് നിശ്ചിത കാലത്തേക്ക് അവനെ വിട്ടുപോയി. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് മാർച്ച് മാസം 8-ാം തീയതി ഈ ശനിയാഴ്ച രാത്രിയിൽ നമ്മൾ ഈ വചനം കേട്ട് ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ ആയിരിക്കുമ്പോൾ ഒരു കുടുംബത്തിലെ നാഥൻ എന്ന രീതിയിൽ ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് എങ്ങനെയാണ് ഈശോ പ്രലോഭനങ്ങളെ അതിജീവിച്ചത് എന്നാണ്. ഈശോ പ്രലോഭനങ്ങളെ അതിജീവിച്ച രീതിയിൽ നമ്മൾ പ്രലോഭനങ്ങൾ അതിജീവിക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, ഈശോയ്ക്കുണ്ടായ പോലെയുള്ള പ്രലോഭനങ്ങൾ നമുക്കുമുണ്ടാകുമെന്ന്. തൻ്റെ മണവാട്ടിമാരായ, തന്നിൽ വിശ്വസിച്ച് തൻ്റെ പിറകെ വരുന്ന എല്ലാവർക്കും ഉണ്ടാകുമെന്ന് ഈശോ ഓർമ്മിപ്പിക്കുകയാണ്. ഈശോയ്ക്കുണ്ടായ പ്രലോഭനങ്ങളെ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം. അതൊന്ന്, അനുസരണമെന്ന പുണ്യത്തിനെതിരെ ഉണ്ടായ പ്രലോഭനമാണ്. 2, ദാരിദ്ര്യം എന്ന പുണ്യത്തിനെതിരെ ഉണ്ടായ പ്രലോഭനമാണ്. 3, ബ്രഹ്മചര്യം എന്ന പുണ്യത്തിനെതിരെ ഉണ്ടായ പ്രലോഭനമാണ്. ദൈവരാജ്യ ശുശ്രൂഷയ്ക്കിറങ്ങുന്നവരെ കൊണ്ട് എങ്ങനെ പാപം ചെയ്യിക്കാം എന്നാണ് പിശാചിൻ്റെ പരിശ്രമം മുഴുവൻ. ഹല്ലേലൂയ! ഒരാൾ ദൈവരാജ്യ ശുശ്രൂഷയ്ക്കിറങ്ങുമ്പോൾ, ഈശോയെ അനുഗമിക്കാൻ ഒരാൾ തീരുമാനമെടുത്തിറങ്ങുമ്പോൾ അയാളെ എങ്ങനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാം എന്ന് പരിശ്രമിക്കുന്നവനാണ് പിശാച്. ഇത് മനസ്സിലിരിക്കട്ടെ. ഒരാൾ ഒരു വചന ശുശ്രൂഷ കേൾക്കാനിരിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ വചനം പ്രഘോഷിക്കാനായിട്ട് തീരുമാനമെടുക്കുന്ന ഒരാളെ കൊണ്ട് എങ്ങനെ അത് ചെയ്യിക്കാതിരിക്കാം? ഇത് പിശാചിൻ്റെ പരിശ്രമമാണ്. ഒന്നാമതായിട്ട് പിശാചിൻ്റെ പ്രലോഭനം ഈശോയോട് പറയുകയാണ്, നീ കൽപ്പിക്കുന്നവനാകുക. ഈശോ പറയുന്നു, ഞാൻ ഈ കല്ലിനോട് കൽപ്പിക്കാനുള്ളവനല്ല, ഞാൻ വചനത്തെ അനുസരിക്കാനുള്ളവനാണ്. അനുസരണമെന്ന പുണ്യത്തിനെതിരെ വന്ന പ്രലോഭനത്തെ ഈശോ നേരിടുന്നത്, ഞാൻ അനുസരിക്കാനുള്ളവനാണ്. പിതാവിൻ്റെ വാക്കുകളാണ് എന്നെ നിലനിർത്തുന്നത്, എൻ്റെ കൽപ്പനകളല്ല. ഹല്ലേലൂയ! ഞാൻ ദൈവ നിയമത്തിൻ്റെ കീഴിലുള്ളവനാണ്. ഞാൻ ദൈവ നിയമത്തിന് അധീനനല്ല. ഞാൻ അതിന് മുകളിലല്ല, ഞാൻ അതിന് താഴെയാണ്. ഹല്ലേലൂയ! ഹല്ലേലൂയ! പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഒന്നാമത്തെ പ്രലോഭനം
അനുസരിക്കാതിരിക്കാനുള്ള പ്രലോഭനത്തെ ഈശോ അതിജീവിച്ചു. നമ്മുടെ അനുദിന ജീവിതത്തിലും ദൈവവചനത്തെക്കാൾ എന്നതിനെ ഉപരി മനുഷ്യരുടെ പ്രലോഭനങ്ങളെ മനുഷ്യരെ അനുസരിക്കുന്നവരായി നമ്മൾ മാറാറുണ്ട്. ഈശോ പറയുകയാണ് അതൊരു പ്രലോഭനമാണ്. രണ്ടാമതായി, ഈ സമ്പത്തിന് വേണ്ടി, ഈ ലോകത്തിലെ സമ്പത്തിന് വേണ്ടി, അധികാരത്തിന് വേണ്ടി പിശാച് പറയാണ്, നീ എന്നെ ആരാധിക്ക്, ഇത് മുഴുവൻ നിനക്ക് തരാം. ഇത് ദാരിദ്ര്യവ്രതത്തിനെതിരെയുള്ള പ്രലോഭനമാണ്. ഈ ലോകത്തിൻ്റെ പലതും സ്വന്തമാക്കണം, അധികാരം നേടണം, സമ്പത്ത് നേടണം, പൊസിഷൻസ് നേടണം, പവർ കിട്ടണം എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ വഴിയെ സഞ്ചരിക്കുന്നവർ പ്രലോഭനങ്ങളുടെ വഴികളിലാണ്. മൂന്നാമതായി, ദേവാലയത്തിൻ്റെ മുകളിൽ കൊണ്ട് നിർത്തുകയാണ് ഈശോയെ. അവിടെ നിന്ന് ചാടുമ്പോൾ എന്താണ് ലാഭം കിട്ടുന്നത്? ഈശോ അവിടെ നിന്ന് ചാടുന്നു എന്ന് വിചാരിക്കുക. മാലാഖമാർ ഈശോയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, കാലുകൾ കല്ലിൽ തട്ടാതെ സൂക്ഷിക്കുന്നതിന് വേണ്ടി മാലാഖമാർ താങ്ങി നിർത്തുമെന്ന് വിചാരിക്കുക. എന്താണ് ലാഭം? ലാഭം എന്ന് പറയുന്നത് ആ ദേവാലയത്തിൻ്റെ ചുറ്റും കൂടിയിട്ടുള്ള ലക്ഷക്കണക്കിന് ആളുകൾ ഇവൻ ദൈവപുത്രനാണെന്ന് വിശ്വസിക്കും. അങ്ങനെ എല്ലാവരും ഈശോയുടെ പിറകെ വരും, എല്ലാവരും ഈശോയുടെ കൂടെ നിൽക്കും. ഫ്രണ്ട്സിനെ കളക്ട് ചെയ്യാം, പരമാവധി ആളുകളെ തൻ്റെ കൂടെ നിർത്താം. ഇത് പ്രിയപ്പെട്ടവരെ ബ്രഹ്മചര്യമെന്ന വ്രതത്തിൻ്റെ ലംഘനമാണ്. നമ്മൾ കൂടെ നിർത്തേണ്ടത് ലോകത്തെയല്ല, മനുഷ്യരെയല്ല, നമ്മൾ കൂടെ നിർത്തേണ്ടത് ദൈവത്തെയാണ്. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, നിന്റെ ദൈവത്തെ നീ പരീക്ഷിക്കരുത്, ദൈവത്തെ വിട്ടുകളയരുത്, നീ ചേർത്ത് നിൽക്കേണ്ടത് ദൈവത്തോടാണ്. ഹല്ലേലൂയ. മനുഷ്യൻ്റെ പ്രീതിയല്ല അന്വേഷിക്കേണ്ടത്, നീ അന്വേഷിക്കേണ്ടത് ദൈവത്തിൻ്റെ പ്രീതിയാണ്. അപ്പോൾ ഈശോ അനുസരണമെന്ന പുണ്യത്തിനെതിരെ, ദാരിദ്ര്യമെന്ന പുണ്യത്തിനെതിരെ, ബ്രഹ്മചര്യമെന്ന പുണ്യത്തിനെതിരെ വന്ന പ്രലോഭനങ്ങളെ അതിജീവിച്ചു. ഈശോ എപ്രകാരമാണോ അതിജീവിച്ചത്, അതുപോലെ ഈ പ്രലോഭനങ്ങളെ അതിജീവിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണം. ആ യാത്ര നമ്മൾ തുടരുകയാണ്. ഈശോയോടൊപ്പം പീഡാസഹനങ്ങളിലൂടെ കടന്നുപോയ, കുരിശ് വഹിച്ചുകൊണ്ട് കടന്നുപോയ ഈശോയോടൊപ്പം നമ്മൾ യാത്ര തുടരുന്നു. ഉദ്ധാനത്തിൻ്റെ മഹത്വത്തിൽ പങ്കുചേരുമെന്ന പ്രത്യാശയോടുകൂടെ നമുക്കൊരു നിമിഷം ഇങ്ങനെ പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രലോഭനങ്ങൾ, സ്വന്തം ഇഷ്ടമന്വേഷിക്കാനുള്ള പ്രലോഭനങ്ങൾ, ഈ ലോകത്തിൻ്റെ സുഖലോലുപതകളും വസ്തുവകകളും സ്വന്തമാക്കാനുള്ള പ്രലോഭനങ്ങൾ, ഈ ഭൂമിയിലുള്ള മനുഷ്യരുടെ സൗഹൃദത്തിന് വേണ്ടിയിട്ടുള്ള ദാഹങ്ങൾ, ഇതെല്ലാം പാപകരമായ വഴികളിലൂടെ ഞങ്ങളെ നടത്തിക്കൊണ്ടു പോകുന്നു. കർത്താവേ, അങ്ങയുടെ വചന ചൈതന്യം ഞങ്ങളിൽ നിക്ഷേപിക്കണമേ. സജീവമായ അങ്ങയുടെ വചനം ഞങ്ങളെ ചലിപ്പിക്കട്ടെ, ഞങ്ങളെ മുന്നോട്ട് നയിക്കട്ടെ. അങ്ങ് ഈശോയെ, അങ്ങ് പ്രലോഭനങ്ങളെ അതിജീവിച്ചതുപോലെ അതിജീവിക്കാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന, പരിശുദ്ധാത്മാവേ സ്തോത്രം, പരിശുദ്ധാത്മാവേ നന്ദി, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ടവരെ, ആയിരിക്കുന്നിടങ്ങളിൽ സാധിക്കുമെങ്കിൽ മുട്ടുകുത്തി നമുക്ക് വേണ്ടിയും ലോകം മുഴുവന് വേണ്ടിയും ദിവ്യകാരുണ്യാശീർവാദം സ്വീകരിക്കാം. സന്താന സൗഭാഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദമ്പതികളുണ്ട്, ഉദരത്തിലുള്ള കുഞ്ഞുങ്ങളുണ്ട്, കൈക്കുഞ്ഞുങ്ങളുണ്ട്, വിദ്യാർത്ഥികളായിട്ടുള്ള മക്കളുണ്ട്, യുവതീവാക്കളുണ്ട്, ജോലി അന്വേഷിക്കുന്നവരുണ്ട്, വിവാഹപ്രായമായിട്ട് വിവാഹം നടക്കാതെ വിഷമിക്കുന്നവരുണ്ട്, കുടുംബജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരുണ്ട്, കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾ അനുഭവിക്കുന്നവരുണ്ട്, വയോധികരുണ്ട്, മരണാസന്നരുണ്ട്, ഭവനങ്ങളിലും ആശുപത്രികളിലും രോഗികളായി കഴിയുന്നവരുണ്ട്. എല്ലാവരിലേക്കും ഈ ആശീർവാദം ഇപ്പോൾ കടന്നു ചെല്ലട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിലെ നാമം വിളിച്ച് ആശീർവാദം സ്വീകരിക്കാം. ഈശോയേ, ഈശോയേ, പരിശുദ്ധ സ്നേഹ, ഈശോയേ
ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധന. പരമപരിശുദ്ധ എല്ലാവർക്കും നല്ലൊരു രാത്രി, സുഖനിദ്രയുള്ള രാത്രി ആശംസിക്കുന്നു. നാളെ കൂടുതൽ സന്തോഷത്തോടുകൂടെ ഉണർന്നെഴുന്നേറ്റ് ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷകളിൽ വ്യാപൃതരാകാം. നാളെ വീണ്ടും ഈ വചന ശുശ്രൂഷയിൽ ഒരുമിച്ച് കൂടുന്നതുവരെ നമുക്ക് പരസ്പരം പ്രാർത്ഥനയിലായിരിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കരുണ തൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.